ഹലോ, അസ്സലാമലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോണ്ട തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. 2 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 കപ്പ് റവ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മാറ്റി വെക്കുക. ഒരു മിക്സിയുടെ ജാറിലോട്ട് നന്നായിട്ട് പഴുത്ത പാളയംകുടം പഴം, നന്നായിട്ട് പഴുത്ത പാളയംകുടം പഴം ആകട്ടോ, നന്നായിട്ട് പഴുത്ത പാളയംകുടം പഴം, ചെറുജീരകം 2 സ്പൂൺ ചെറുജീരകം, 4-3 ഏലക്ക. നന്നായിട്ടൊന്ന് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നീട് ബ്ലെൻഡ് ചെയ്തെടുത്ത് വെച്ച ആ കൂട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ആഡ് ചെയ്യുക. സ്പൂൺ ഉപയോഗിച്ച് സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യമേ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യരുത്, സ്പൂൺ ഉപയോഗിച്ച് സ്റ്റിക്ക് ഉപയോഗിച്ച് വേണം മിക്സ് ചെയ്യാൻ. പിന്നീട് ഒരു വലിയ ശർക്കരയുടെ പകുതിയോളം എടുത്തു. അത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ശർക്കര പാനി ആക്കാനായിട്ട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ച് ഏകദേശം പാനിയായി. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചിരുന്നതിലോട്ട് അല്പം ഒഴിച്ച് ശർക്കര പാനി അല്പം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നീട് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അല്പം ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നീട് 1 സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യുക. ഏകദേശം മിക്സ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. ഈ കൂട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഏകദേശം അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യണേ. അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. പിന്നീട് പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ബോണ്ടായുടെ മിക്സ് ആ എണ്ണയിലോട്ട് ആഡ് ചെയ്യുക. നമ്മൾ ചോറിനൊക്കെ ഉരുള ഉരുട്ടുകയില്ല, അതുപോലെ വേണമെങ്കിലും ഉരുട്ടി എണ്ണയിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്കാക്കി എടുക്കാൻ കേട്ടോ. ഏകദേശം ഒരു സൈഡ് ബോണ്ടയുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്, മറു സൈഡ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ബോണ്ട നല്ല സെറ്റായിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് കാണുമ്പം തന്നെ അറിയാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടെന്ന്. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകവും ഉൾഭാഗവും എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബോണ്ട എന്നെടുത്ത് എണ്ണ വാർന്നു പോകാനായിട്ടൊന്ന് ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അധികം എണ്ണയൊന്നും അതിൽ പിടിച്ചിട്ടില്ല. നന്നായിട്ട് മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടി നമ്മുടെ ബോണ്ട. വളരെ ടേസ്റ്റിയാണ്. ഉൾഭാഗമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. പഴയകാല നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മപ്പെടുത്തും. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.